ജാതി പൊട്ടീസൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ആളുകളെ കുപ്പിയിലാക്കാൻ നോക്കണ്ട. പിന്നെ പല സ്ഥലത്തും വാദപ്രതിവാദത്തിനുണ്ടോ ഉണ്ട്. ഖുറാഫികളെ മാതിരിയുള്ള വെല്ലുവിളിയൊന്നും നിങ്ങൾ ബേജാറാക്കണ്ട. ഞങ്ങളല്ലേ നിങ്ങളെ അങ്ങോട്ട് വെല്ലുവിളിച്ചേ. ഫൈസൽ മുസ്ലിയാർ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ കടപ്പുറം സമ്മേളനത്തിൽ 10,000 സാക്ഷി നിർത്തി ഫൈസൽ മുസ്ലിയാർ വെല്ലുവിളിച്ചു. തെളിയിക്ക്, ഞാനാണല്ലോ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത ആളെന്ന്. അബ്ദുറഹ്മാൻ സലഫി വരട്ടെ. കാരണം അനീഫ് കായക്കൂടി പറഞ്ഞ നാസർ സുല്ലമിക്ക് കിതാബ് എടുത്തു കൊടുക്കുന്ന ആളാ. അനസിന്റെ കാര്യം പിന്നെ പറയും വേണ്ട. അതുകൊണ്ട് ഓലൊക്കെ വന്നു കഴിഞ്ഞു. ഓലും നാദാപുരത്ത് കുട്ടികളെ മുമ്പിൽ വരെ ഓൽക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള ഒന്നാമൻ വരട്ടെ. ഞങ്ങൾ റെഡിയാണ്. അത് വെളിയങ്കോട് ചേർത്തണോ? ഞങ്ങൾ റെഡിയാ. മാറഞ്ചേരി കേസിന്റെ മൂക്കിനോട്ടുന്ന് നടത്തണോ? ഞങ്ങൾ റെഡിയാ. ഞങ്ങൾ കൊണ്ടുവരാ ഫൈസൽ മുസ്ലിയാർ. വ്യവസ്ഥ കോഴിച്ചന നടത്തിയ വ്യവസ്ഥ ഉണ്ട്, അതായിക്കോട്ടെ, ഒരു പ്രശ്നമല്ല. വ്യവസ്ഥ ഇവിടെ റെഡി. എന്നിട്ട് നാളെ വേണോ? നാളെ റെഡി. അത് കഴിഞ്ഞാൽ പിറ്റേന്ന് സക്കരിയ സലാഹി റെഡിയാണ്. എനിക്കും ഞാൻ തന്നെ വരുന്നത് ഷർത്തുണ്ടെങ്കിൽ അബ്ദുറഹ്മാൻ സലഫിന്റെ വരുന്നത് എനിക്കും ഷർത്തുണ്ട്. ഞങ്ങൾ പിറ്റേന്ന് ഞങ്ങൾ രണ്ടാളും ആയിക്കോട്ടെ. ആർക്കത് ഇത്ര പേടി? അതൊക്കെ എത്ര കാലം കേട്ടാ ഞങ്ങള്. അതുകൊണ്ട് ആ ജാതി വർത്താനത്തിനൊന്നും നിങ്ങൾ നിൽക്കണ്ട. അതിനൊന്നും നിങ്ങൾ വളർന്നിട്ടില്ല. നിങ്ങൾ ചാടി എത്രത്തോളം ചാടും ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് തനിച്ച ഫിത്തനയാണ്. ഈ ഫിത്തന നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളെ പരലോകം രക്ഷപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ മുശ്രിക്കായി മരിക്കും. കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ ശിർക്ക് ആരോപിക്കുക ചെയ്യണത്. ശിർക്ക് ആരോപിച്ചാൽ ആരോപിക്കപ്പെട്ടവർ ശിർക്കിലല്ലെങ്കിൽ ആ ശിർക്ക് നിങ്ങളിലേക്ക് മടങ്ങും. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്.